ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സാറ്റർഡേ സൺഡേ സ്റ്റഡി വ്ളോഗാണ്. അത് കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് വന്ന് എടുക്കുന്ന സ്റ്റഡി വ്ളോഗായിരുന്നു. എനിക്ക് ഭയങ്കര വയ്യായി ഉണ്ട്, എൻ്റെ ശബ്ദമൊക്കെ അടങ്ങിയിരിക്കുകയാണ്. കുറച്ച് നേരം രാത്രിയായിരുന്നു പഠിക്കേണ്ടായി. അത് കഴിഞ്ഞ് രാത്രി 1 മണി വരെ ഞാൻ ജസ്റ്റ് പഠിച്ചു. അപ്പോഴേക്കും എൻ്റെ ശബ്ദമൊക്കെ എല്ലാം അടങ്ങി എനിക്ക് തീരെ വയ്യാണ്ടായി ഗൈസ്. എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഓവർനൈറ്റ് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പോയി. അപ്പോഴേക്കും എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഭയങ്കര മെസ്സായിട്ട് തന്നെ കിടക്കണ്ടേ. എനിക്കത് ക്ലീൻ ചെയ്യാൻ പോലുള്ള ശക്തി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പോയി കിടന്നു. എനിക്ക് അത്ര ടയർഡ്നെസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി കിടന്നു. കാലത്ത് എഴുന്നേറ്റിട്ടാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. നല്ല പണിയുണ്ടായിരുന്നു കാലത്ത് എഴുന്നേറ്റ് ക്ലീൻ ചെയ്യാൻ. ഞാൻ സമയം 1 മണി ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ഒരു നേരം ലൈറ്റിട്ട് ഇങ്ങനെ വീടെടുക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ട് കാലത്ത് ഇങ്ങനെ എടുക്കുന്നത് കുറേ ഗ്ലാസും കപ്പും വെള്ളം കുടിക്കുന്ന കുപ്പിയും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ടേബിളുണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കി നല്ല പണിയുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് എനിക്ക് ഭയങ്കര വയ്യായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ സാറ്റർഡേ വൈകുന്നേരം തൊട്ട് എനിക്ക് നല്ല വയ്യായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒരു വിധത്തിൽ വൃത്തിയാക്കി അത് കഴിഞ്ഞ് എല്ലാം നല്ല നീറ്റാക്കി എടുത്ത് വെച്ചു. ഞാൻ എൻ്റെ പ്രിൻ്റഡ് നോട്ട്സ് അന്വേഷിച്ചു. കാരണം എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് ഫിസിക്സിന് പ്രിൻ്റഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സൺഡേ ഫുള്ള് ഫിസിക്സ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രിൻ്റഡ് നോട്ട് അന്വേഷിച്ചു. കുറേ നേരം അന്വേഷിക്കാൻ പോയിട്ട് പിന്നെ ആ വഴിക്ക് ഞാൻ തിരിച്ചു വന്നിട്ടില്ല. അതാണ് കുറേ നേരം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്ക് ഫിസിക്സ് പ്രിൻ്റഡ് നോട്ട് കിട്ടിയത്. അവസാനം എനിക്ക് ഫിസിക്സ് പ്രിൻ്റഡ് നോട്ട് കിട്ടിയത്. അതായത് ഇതിനുള്ളിലൊക്കെ ഉള്ളത് എൻ്റെ പ്രിൻ്റഡ് നോട്ട്സാണ്. ഇതൊക്കെയാണ് എൻ്റെ പ്രിൻ്റഡ് നോട്ട്സ്. പിന്നെ അത് എനിക്ക് എഴുതി പഠിക്കണം. 9:32 ആയി. അപ്പോൾ ഞാൻ പഠിച്ചില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് കൂടി ഞാൻ കുറേ നേരം ബ്രേക്ക് കിട്ടും. കഴിഞ്ഞ് 11 മണിയുടെ ലൈവ് സൈലത്തിൽ കയറാൻ വെച്ചു. അത് 11 മണിക്ക് കയറിയിട്ട് 1 മണി വരെ കയറാൻ പറ്റുള്ളൂ. ഫുള്ളാക്കാൻ പറ്റില്ല. അതൊക്കെ എൻ്റെ ശബ്ദമൊക്കെ ഈ പരിപാടി ഗൈസ്. അത് കഴിഞ്ഞ് എനിക്ക് പള്ളിയിൽ പോകാനുണ്ടായിരുന്നു. ഒരു 5:30 ഞാൻ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞ് കുറേ നേരം ഞാൻ കിടന്നു. പിന്നെ പ്രാർത്ഥന എത്തിച്ച് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പിന്നെയും പഠിക്കാൻ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ പിന്നെയും പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് അപ്പോഴേക്കും എനിക്ക് എൻ്റെ വയ്യായ രാത്രി കുറഞ്ഞ് ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തത് 10:41 ഞാനപ്പോൾ കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 3 മണിക്കൂർ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഇന്ന് ലേറ്റ് നൈറ്റ് ഇരുന്നു. ഞാൻ കുറേ നേരം ഇന്ന് പഠിച്ചു. ഞാനൊരു 2 മണി വരെ പഠിച്ചു. എൻ്റെ ഒരു 5 ചാപ്റ്ററോളം തീർന്നു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം ഞാൻ ഒന്നും പഠിക്കാണ്ട് അങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞ് എനിക്കങ്ങനെ ഉറക്കം വരില്ല രാത്രി. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് സൺഡേ ഫുള്ളുണ്ടായിട്ട് മൊത്തം സിലബസ് തീർക്കാൻ വെച്ചിട്ട് പറ്റില്ല. പക്ഷേ പറ്റുന്ന അത്രയും ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര പ്രൗഡായി. നിങ്ങൾക്കിങ്ങനെ സിക്കായിട്ടുള്ള ഡേയ്സ് വരാണെങ്കിൽ പരമാവധി നാപ്പ് എടുക്കുക. അതായത് നിങ്ങൾ പരമാവധി ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആകാൻ പറ്റുന്ന പഠിക്കുക. അല്ലാതെ പെട്ടെന്ന് സിക്കായിട്ട് ഉടനെ തന്നെ പഠിക്കാതിരുന്നതിന് നിങ്ങൾക്ക് പറ്റില്ല. ഏത് പരിശോധന തലേദിവസം അറിയില്ല. നിങ്ങൾ സിക്കാണെങ്കിൽ വെള്ളം കുടിക്കുക, നന്നായി കിടന്നുറങ്ങുക. ഒരു 2 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് വിജയിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ സിക്കാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ദാറ്റ്സ് ഓൾ. ബൈ.